നൈനിറ്റാൾ മാൾ റോഡിൽ കൂടെ നടക്കുകയാണ്. അത്യാവശ്യം നല്ല മഴ പെയ്യുകയാണെന്ന്. അതാണ്ട് നൈനി ലേക്കിൻ്റെ കാഴ്ചയാണിത്. ഭയങ്കര മഴയെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇങ്ങനെ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ. അത്യാവശ്യം നമുക്ക് കുടയൊക്കെ ഉണ്ടെങ്കിൽ നടന്നു പോകാം, കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. പക്ഷേ ആളുകളൊക്കെ മഴയുടെ ഒരു ഇതിലെ റൂമിനകത്ത് തന്നെ ഇരിക്കാൻ തോന്നുന്നു. വലിയ തിരക്കില്ല. ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു സ്ഥലമാണിത്. പക്ഷേ ഇപ്പം ആരെയും കാണാനില്ല. നമ്മുടെ മച്ചാൻ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്, അതായത് ലെഫ്റ്റ് സൈഡിലായിട്ട്, റൈറ്റ് സൈഡിലായിട്ട് മച്ചാൻ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്, ലെഫ്റ്റ് സൈഡിൽ ബോട്ട് ക്ലബ്ബാണ്. നമ്മൾ കണ്ട ആ ബോട്ട് ക്ലബിൻ്റെ ഏരിയയിലേക്ക് പതുക്കെ നടക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ ഒരു വാട്ടർഫാൾ പോലെ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്ന് വീഴുന്നുണ്ട്. അതായത് ഈ റോഡിലേക്ക് വീഴുകയാണ്. നല്ല രസമുണ്ട്. മഴയുടെ ഒരു ഭംഗി നമുക്ക് കാണാം. മഴയത്ത് വേറൊരു വൈബാണ് നൈനിറ്റാളിലുള്ളത്. ഷോപ്പുകളൊക്കെ തുറന്നിട്ടുണ്ട്. എല്ലാവരും റെയിൻ കോട്ടൊക്കെ ഇട്ട് ആ ഷോപ്പിൽ നിൽക്കുകയാണ്. ഗിഫ്റ്റ് ഐറ്റംസ്, ബാഗ്, ഇതൊക്കെ വിൽക്കുന്ന ഇവിടുത്തെ ഷോപ്പുകളാണ്. തന്നെ ഈ സൈഡിലുള്ള എല്ലാം തന്നെ ഷോപ്പുകളൊക്കെ വലിയ തിരക്കില്ല. ഇവിടുത്തെ ഡ്രസ് ഐറ്റംസിൻ്റെ എല്ലാം ഷോപ്പാണിത്. ആരോ, ലൂയിസ് ഫിലിപ്പ്, ഇതിൻ്റെ എല്ലാം ഔട്ട്ലെറ്റുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട നൈനിറ്റാളിലെ ലേക്കിൻ്റെ എൻട്രൻസ് പോയിന്റിലേക്ക് എത്തുകയാണ്. സാധാരണ ഇവിടെയെല്ലാം നല്ല തിരക്കാണുള്ളത്. മഴയായതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഒട്ടും ആളില്ല. അപ്പോൾ നേരെ കാണുന്നതാണ് ലേക്കിൻ്റെ എൻട്രൻസ് പോയിന്റ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന്. മഴയത്ത് ആയിട്ട് കാണുന്ന സ്ഥലത്ത് റോപ്പ് വേ ഒക്കെ ഉണ്ട്. ഇതിപ്പം മഴ കാരണമൊന്നും വർക്കിംഗ് അല്ല. ആ റോപ്പ് വേയുടെ ഏരിയ അതുകൊണ്ട് ഈ ഓപ്പോസിറ്റ് കാണുന്ന ഈ ആർച്ചിൽ കൂടെയാണ് ഇതിനകത്തേക്ക് നമ്മൾ കയറി പോകുന്ന വഴി. പോലീസിൻ്റെ ഒരു കൺട്രോളിങ് ബൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളങ്ങോട്ട് പോവാണ്. ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളിവിടെ കൊണ്ടുവച്ച് വിൽക്കുന്നുണ്ട്. റെയിൻ കോട്ടാണെന്ന് തോന്നുന്നു ഇവിടെ വിൽക്കുന്നത്. മഴയുടെ ഒരു എഫക്റ്റ് എല്ലാം ഇവിടെ കാണാം. നൈന ദേവി ഫെസ്റ്റിവൽ നടക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി കെട്ടിയിട്ടുള്ള കുറേ ഷോപ്സാണ്. ഈ മഴ കാരണം ഇതെല്ലാം അടച്ചിട്ടേക്കാണ്. ഫുൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇന്നിപ്പോൾ രാവിലെ ഇതൊന്നും തുറന്നിട്ടില്ല. ഇന്നലെ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് ഈ കംപ്ലീറ്റ് ഷോപ്പുകളും അടച്ച് കിടക്കുകയാണ്. നല്ല കാറ്റും ഉണ്ട്, ചെറിയ കാറ്റും മഴയും പെയ്യുന്നുണ്ട്. ഈ ഷോപ്പിംഗ് ഏരിയ ഇത് ടെമ്പിൾ ഫെസ്റ്റ് 2024 നൈന ദേവി ഫെസ്റ്റിൻ്റെ അത് പ്രമാണിച്ച് കെട്ടിയ ചെറിയ ചെറിയ ഷോപ്പുകളാണിത്. അങ്ങോട്ട് പോയി നോക്കാം എന്താണ് അവസ്ഥയെന്ന്. ഇവിടെ എല്ലാം ഷോപ്പുകളുണ്ടായിരുന്നു. ഇന്നിപ്പം മഴ കാരണം ഒരു ഷോപ്പ് പോലും ഇവിടുത്തെ ഓപ്പൺ ചെയ്തിട്ടില്ല. ഓപ്പൺ ചെയ്യാതെ ആളുകളാരെയും കാണാനുമില്ല. ഉച്ച കഴിയുമ്പോഴത്തേക്ക് മഴ തോരുമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളൊക്കെ എത്തേണ്ടതാണ്. നേരെ കാണുന്ന ഒരു മോസ്കാണ്. അതിനുള്ള വലിയൊരു മോസ്കുണ്ട്. ഇതാണ് നമ്മളുടെ ഒരു ഷോപ്പിംഗ് ഏരിയ നൈന ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് കെട്ടിയേക്കുന്നത്. എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പതുക്കെ പോയി നോക്കാം. അവിടെ കൂടെ ഇറങ്ങി പോകാനൊരു വഴിയുണ്ട്, പോയി നോക്കാം എങ്ങനെയാണ്. നമ്മളിപ്പോൾ നടന്ന് താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ ഫുഡിൻ്റെ സ്റ്റാളുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. എന്തൊക്കെയോ കുറേ ഐറ്റംസ്, പാനിപൂരിയൊക്കെ കാണാം, ഐറ്റംസ് ഉണ്ട്. പക്ഷേ കഴിക്കാനായിട്ട് ആരും ഇല്ല. ആളുകളൊക്കെ വളരെ കുറവ്. മഴയുടെ എഫക്റ്റ് നേരിട്ട് തന്നെ നമുക്കറിയാൻ പറ്റുന്നു. ഇതാണ്ട് മുളക് ബജി, പാനിപൂരി, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇതാണ് ഇവിടെ ഉണ്ട്. നമ്മൾ ഫ്രണ്ടിലേക്ക് നടന്നു പോവുകയാണ്. നേരെ ശരിക്കും ഉത്സവത്തിൻ്റെതായുള്ള എല്ലാ ഐറ്റംസും ഇതവിടെ ഉണ്ട്. ഊഞ്ഞാലുകൾ, പലതരത്തിലുള്ള റൈഡുകൾ, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ആളുകൾ മാത്രമില്ല സത്യത്തിൽ. എല്ലാ ഷോപ്പുകളും ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് മഴയത്ത്. വൈകുന്നേരം ഉച്ചയ്ക്ക് 12 മണി വരെ മഴയുണ്ടെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ മഴ മാറും. അപ്പം ഇത് ലൈവായി മാറും. നല്ല മേഘവും മഞ്ഞും മഴയുണ്ട് ഇവിടെ. എൻ്റെ കാഴ്ചകളിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. ഇതാ കുറേ പ്ലേ ഏരിയ എല്ലാം മഴയിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുകയാണ്. അവരെല്ലാം കെട്ടിപ്പൂട്ടി പോയിരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ രാവിലത്തെ ഇവിടുത്തെ കാഴ്ച.
നേരെ കാണുന്ന 2 ഷെഡുകളിലായിട്ട് കുറേ സ്റ്റാളുകളുണ്ട്. അതൊക്കെ ഓപ്പൺ ആണെന്ന് തോന്നുന്നു. അതിന് വേറെ വിഷയങ്ങളില്ല. ആളുകൾ എത്തുന്നില്ല എന്നുണ്ടെങ്കിലും അതിന് വേറെ വിഷയങ്ങളില്ല. വരുന്നവർക്ക് അവിടെ കയറി ഷോപ്പൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ എല്ലാ സ്റ്റാളുകളും അതിനകത്ത് ഓപ്പൺ ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതിനകത്തും എവിടെയെല്ലാം നല്ല വെള്ളം അങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. നോക്കാം, അതൊക്കെ അങ്ങോട്ട് നടന്നു നോക്കാം. ടെമ്പിളിൻ്റെ ഭാഗത്തൊക്കെ പോയി നോക്കാം എന്താണെന്ന് അവസ്ഥയെന്ന്. രാത്രി ഇതെല്ലാം നല്ല ലൈറ്റും ഭയങ്കര ഭംഗിയൊക്കെയാണ്. ഇവിടെ ഒരു കണ്ട ഇവിടെ കണ്ടത് കേരളത്തിൻ്റെ നാരിയൽ തേലിൻ്റെ ജ്യൂസിൻ്റെ ഒരു സ്റ്റാളൊക്കെ ഉണ്ട്. കേരളക്ക ശുദ്ധ നാരിയൽ തേൽ എന്ന് പറഞ്ഞ് എന്താണ് വെച്ചിട്ടുണ്ട് ഒരു ബോർഡ്. കണ്ടോ, കേരളത്തിൻ്റെ ബോർഡ് ഇവിടെ ഉണ്ട്. കേരളൻ്റെ ശുദ്ധ നാരിയൽ തേൽ. കട അടച്ചേക്കാണ്. ബോർഡ് നമുക്കിത് അവിടെ കാണാം. എന്താ കേരളക്ക ശുദ്ധ നാരിയൽ തേൽ. ഇത് കരിക്കിലുള്ളതല്ല, നമ്മുടെ തേങ്ങ എടുത്ത് അതിനെ ഇങ്ങനെ അടിച്ച് അതിൽ പാല് ഒക്കെ ചേർത്ത് ജ്യൂസാക്കി നമ്മുടെ കരിക്ക് ഷേക്ക് പോലെ തേങ്ങ കൊണ്ട് അടിക്കുന്ന ജ്യൂസാണ്. എനിക്ക് കേരളത്തിൽ ഈ സാധനം ഇല്ലയെന്ന് തോന്നുന്നു. തേങ്ങ കൊണ്ട് ജ്യൂസ് അടിക്കുന്നത്. ഇവർ തേങ്ങ കൊണ്ടാണ് ജ്യൂസ് അടിക്കുന്നത്. നാരിയൽ തേൽ ജ്യൂസ് വേണ്ടവർ കൊടുക്കുന്ന ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. അതാ ബാക്കിലേക്ക് നോക്കുമ്പോൾ ഫുള്ള് കാഴ്ച ഇതാണ്, മഴയുടെ കാഴ്ച. ഇങ്ങനെ ഒരേ ലെവലിൽ നിന്ന് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വേറെ കുഴപ്പമില്ല. അങ്ങനെ ഒരേ ലെവലിലാണ് മഴ പെയ്യുന്നത്. ഷോപ്പിംഗ് സെൻറ്ററിലെല്ലാം അടച്ച് കിടക്കുന്ന ഏരിയയിൽ കൂടെ പോവാണ് ഫ്രണ്ടിലേക്ക്. നോക്കാം ഇവിടെ എന്താ ഉള്ളതെന്ന്. ഇവിടുത്തെ ഷോപ്പുകളെല്ലാം തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു. ഇവിടെയും ഷോപ്പുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. പ്രത്യേകിച്ചും ഭയങ്കര മഴയായതുകൊണ്ട് തന്നെ കാറ്റടിച്ച് വെള്ളമെല്ലാം ഇതിനകത്തേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫുള്ള് ഷോപ്പ് അടച്ചിട്ടേക്ക്. അതാ ഫെസ്റ്റിവലിൻ്റെ ഒരു ആർച്ച് ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഈ ആർച്ചിനകത്ത് കൂടെ അങ്ങോട്ട് പോയി നോക്കാം എന്താണ് അവസ്ഥയെന്ന് നോക്കാം. ടെമ്പിള് സ്ഥിതി ചെയ്യുന്നതിന് അടുത്തായിട്ട് ഒരു ടിബറ്റൻ മാർക്കറ്റൊക്കെ ഉണ്ട്. ടിബറ്റൻ മാർക്കറ്റ് ഇന്നും പോയി മഴയത്തുണ്ടാവുമെന്നറിയില്ല. ടെമ്പിളിൻ്റെ അടുത്തായിട്ടൊരു ഗുരുദ്വാരയുണ്ട്. ഫെസ്റ്റിവലിൻ്റെ ഒരു എഫക്റ്റിനെ ഈ മഴ അങ്ങോട്ട് ബാധിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഉച്ച കഴിഞ്ഞ് മഴ മാറുമ്പോഴത്തേക്കും ആളുകളൊക്കെ വെളിയിൽ വരും. ഇവിടെ എല്ലാം നല്ല തിരക്കായിരിക്കും. ഞങ്ങൾ ഒരു നൈറ്റ് വാക്ക് വീഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫുള്ള് ക്രൗഡഡായിരുന്നു. മെനങ്ങാനത്തെ വീഡിയോ നോക്കിയാൽ കാണാം. ഇതാണ് എൻ്റെ കമ്മിറ്റി ഓഫീസ് തോന്നുന്നു. മെഡിക്കൽ ചെക്കപ്പും കമ്മിറ്റി എൻ്റെ ഓഫീസൊക്കെയാണിത്. ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് മേള. നേരെ കാണുന്നത് നയനാദേവി ടെമ്പിളാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് ഗുരുദ്വാരയാണ്. ഈ കാണുന്നത് ഗുരുദ്വാരയാണ് ഇവിടുത്തെ. ഈ കാണുന്നത് നയനാദേവി ടെമ്പിളാണ്. നമുക്ക് അതുവരെ പോയി നോക്കാം. ഈ ഷോപ്പിംഗ് സെൻറ്റേഴ്സൊക്കെ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. കുറേ ഷോപ്പിംഗ് സെൻറ്റേഴ്സ്. പോലീസിൻ്റെ ഔട്ട്ലെറ്റ് ഇവിടെ ഉണ്ട്. പിന്നെ ഏതാണ്ട് ഫ്ലവേഴ്സിൻ്റെ ഒക്കെ കുറേ ഷോപ്സ് അവിടെ ഉണ്ട്. അതൊക്കെ ഓപ്പണാണ്. നമ്മളതാണ്ട് അതിൻ്റെ ഒരു എൻട്രൻസ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. നോക്കാം എന്താണ് അവിടുത്തെ കാഴ്ചയെന്ന്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നൈനിറ്റാൾ നയനാദേവി ടെമ്പിളിൻ്റെ അടുത്ത് വരെ ഇങ്ങനെ വരുന്ന മാൾ റോഡിൽ നിന്നുള്ള കാഴ്ചയാണ്. മഴയത്ത് നമ്മൾ നടക്കുന്ന കാഴ്ചയാണ് കാണിച്ചേക്കുന്നത്. നമ്മളിപ്പോൾ നടന്നത് ആ ബുദ്ധിസ്റ്റ് മാർക്കറ്റിൻ്റെ അവിടെ എത്തി. ഇവിടുത്തെയും ഷോപ്പുകളൊക്കെ കുറേ ക്ലോസ്ഡ് ആണ്, ഓപ്പൺ ആയിട്ടില്ല. ടെമ്പിളിലേക്ക് ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഇതുവരെ ഉള്ള കാഴ്ചയാണിത്. ഈ നേരെ കാണുന്നതാണ് നയനാദേവി ടെമ്പിൾ എന്ന് പറയുന്നത്. ടെമ്പിളിൻ്റെ എൻട്രൻസ് പോയിൻ്റാണിത്. നമ്മളതാ തൽക്കാലം ഈ വീഡിയോയുടെ സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക് യു.